ഹലോ പെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. ഇപ്പോൾ രണ്ട് ദിവസമല്ല, ഇപ്പോൾ 2-3 ദിവസത്തേക്ക് എന്തായാലും മഴ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 2 ദിവസമായി മൊത്തം മഴ ആയിട്ട്. ഇപ്പോൾ ഏറെക്കുറൊക്കെ ഒന്ന് വെയിലൊക്കെ വന്നു. എന്താ പറയുക, ഇപ്പോൾ ചെളിയൊക്കെ പോയി ഒന്ന് മൊത്തത്തിൽ അങ്ങോട്ട് ഉണങ്ങി എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയുക, മഴയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം പറമ്പ് മൊത്തം ഒന്ന് ക്ലീൻ ആക്കണം. കാരണം പിള്ളേരെ അറിയാലോ, പിള്ളേർ നേരെ അങ്ങോട്ടുള്ള ഓട്ടമാണ്. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മഴയായ കാരണം കൊണ്ട് ചിലപ്പോൾ ഇനി ഇഴജന്തുക്കൾ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കുറേ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ പുതിയൊരു അതിഥിനെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. വേറൊന്നല്ല, ഒരു കരിന്തേളായിരുന്നു, തേള്, നല്ല അത്യാവശ്യം നല്ല പോയ്സണുള്ള തേള്. അപ്പോൾ അത് ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മഴ കഴിഞ്ഞ് വന്നപ്പോൾ ആളുടെ മാളം അല്ലെങ്കിൽ എവിടെയാണോ ആളുടെ താമസം അവിടെ ഫുള്ള് വെള്ളം കയറിയപ്പോൾ മൂപ്പര് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ശരിക്കും അത് ഞാൻ ഇരുട്ടത്തെ എന്താ പറയുക, ഇങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് കയറുന്ന വഴിക്കാണ് കണ്ടത്. അപ്പോൾ വിക്കിയുടെ നിന്ന് ആകെ കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മളത് കണ്ടില്ലായിരുന്നെങ്കിൽ പറയാൻ പറ്റില്ല, ചിലപ്പോൾ അത് കുത്തിയേക്കാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ വേഗം തന്നെ അതിനെ മാറ്റി ഇട്ടു, അങ്ങോട്ടേക്ക് പുറത്തേക്ക് അങ്ങോട്ട് നീക്കി ഇതാക്കി. കാരണം അതിനെ കൊല്ലാൻ പാടില്ല, കാരണം അതും ഒരു ജീവനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് വെച്ച് എന്താ പറയുക, എനിക്കങ്ങനെ കൊല്ലാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ. കാരണം പാമ്പിനാണെങ്കിലും ശരി, ഇങ്ങനത്തെ ഇങ്ങനെ ജീവികളാണെങ്കിലും ജന്തുക്കളാണെങ്കിലും എനിക്ക് കൊല്ലാൻ ഭയങ്കര മടിയാണ്. കാരണം അവരും ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ദൈവം സൃഷ്ടിച്ചേക്കണത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറ്റി ഇതാക്കി വെച്ചേക്കാണ്. അപ്പോൾ എന്താ എനിക്ക് തോന്നുന്നു, എന്താ പറയുക, ടോട്ടലി അങ്ങോട്ട് എല്ലാവർക്കും നല്ലൊരു ഉഷാറുണ്ടാവും എന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് മഴക്കാരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതില്ലേ, ഈ ഒരു തൊഴുത്ത് ഇത് നമ്മൾ വേഗം തന്നെ കേജ് ആക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല കേട്ടോ, നമ്മൾ വീടിൻ്റെ അവിടെ പ്രശ്നങ്ങളായി തുടങ്ങി. കാരണം ഡോബറു എന്താ പറയുക, പുലർച്ചെ സമയങ്ങളൊക്കെ കുറയ്ക്കുന്ന കാരണം അയൽപ്പക്കങ്ങൾ പ്രശ്നമാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡോബറുവിനെ കൊണ്ടുവരണമെങ്കിൽ ഇത് തൊഴുത്താക്കണം. കാരണം അപ്പോൾ നമുക്ക് വലിയ 3 പേരെ, നമ്മുടെ വിക്കിമോൻ, അത് കണ്ട വിക്കിമോൻ ഇവിടെ സെറ്റായി, നമ്മുടെ വിക്കിമോൻ, പിന്നെ അതുപോലെ നമ്മുടെ സ്കൂബി പെണ്ണ്, പിന്നെ നമ്മുടെ ഡോബറു, ഈ 3 പേർക്കും നമ്മളെ വീട്ടിൽ ചെയ്തിട്ടുള്ള സെയിം ഇതിൽ തന്നെ നമ്മളിവിടെ ഇങ്ങനെ 3 പാർട്ടീഷൻ പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 3 പേരെ നമുക്ക് ഇതിനുള്ളിൽ സേഫ് ആക്കാം. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് അകത്ത് പിള്ളേരെ ആക്കാം. കാരണം ഇപ്പോൾ എല്ലാവരും നമ്മുടെ വീടിൻ്റെ അകത്താണ്. കാരണം രാത്രി സമയങ്ങളിൽ നമുക്കിവിടെ ധൈര്യത്തിൽ നമുക്ക് ഇവിടെ വെക്കാനായിട്ട് പറ്റില്ല. ഇവിടെ രാത്രി അല്ലാത്ത പക്ഷം ഇപ്പോൾ നമ്മൾ പകൽ സമയങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിർത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ സമയങ്ങളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മഴക്കാല സമയങ്ങളിൽ രാത്രി നമുക്ക് പറയാൻ പറ്റില്ല, വല്ല ഇഴജന്തുക്കളെങ്ങാനും കയറിയിരുന്നാൽ ഒന്നാമത്തിൽ പിള്ളേർ ലീഷ് ഇട്ടിട്ടൊക്കെ എടുക്കണേ. അപ്പോൾ അവർക്ക് ഓടി രക്ഷപ്പെടാൻ കൂടെ പറ്റില്ല. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഇതൊന്ന് ആക്കണം. അതെന്തായാലും നമ്മൾ ഒരു വെൽഡറിനെ വിളിച്ചിട്ട് എസ്റ്റിമേഷൻ ചോദിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ എത്രയാണ് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ ആമിക്കുട്ടീനെ വെറ്റിനറി കൊണ്ടുപോകാനുള്ള ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ സമയം ആവാറായി, ഇതേ 12 മണിയായി. 12:30 ആകുമ്പോഴേക്കും മാഡം അങ്ങോട്ട് എത്തിക്കാനാണ് പറഞ്ഞേക്കണേ. ഇന്ന് ആമിയുടെ അഞ്ചാമത്തെ 4ാമത്തെ ഡോസാണ്. അവൾക്ക് നല്ല രീതിക്ക് മാറ്റങ്ങളും ഉണ്ട്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഡെയിലി വീഡിയോയിൽ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അവൾക്ക് എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ആമിക്കുട്ടീനെ എടുത്തതാക്കപ്പോൾ എല്ലാവരും പിള്ളേരെല്ലാവരും നമ്മൾ അകത്തേക്ക് കയറ്റിയേക്ക് കേട്ടോ. കാരണം അറിയാലോ, ഈ മഴ സമയത്ത് ഈ എന്താ പറയുക, ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ക്ലീനിങ് ഒക്കെ ഒന്ന് കഴിഞ്ഞ് ഇതാക്കി. ഇത് നമ്മളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേജാട്ടോ. ഇതുപോലെ ഇനി നമുക്കൊരു 3 കേജും കൂടെ നമുക്കിവിടെ വേണം. കാരണം വേറൊന്നുമല്ല, ഇത് കണ്ടില്ലേ, ഒരു കേജിൽ 3 പേര് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ, ഇതിൽ പാപ്പും കറുമ്പിയും ജെറിയും, ഇതിലിതേ ബീഗിള്, നമ്മുടെ ലൂവി, ആമി, പിന്നെ നമ്മുടെ അപ്പൂസ്, അവിടെ ടെഡിയും നമ്മുടെ കുഞ്ഞാപ്പൂ, പിന്നെ അതുപോലെ നന്ദുട്ടി, അവിടെ തുമ്പിപ്പെണ്ണ്. അപ്പോൾ നമുക്ക് ടെഡീനെ ഒരു കേജിലേക്ക് ആക്കണം. അതുപോലെ കുഞ്ഞാപ്പൂനെ, അതുപോലെ ബീഗിളിനെ, നമ്മുടെ ഇവളെയും. അപ്പോൾ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കുഴപ്പമില്ലാത്ത കുറച്ച് പേര് ഒരു കേജിൽ കിടക്കുമ്പോൾ കുഴപ്പമില്ല, ഒരു കേജിൽ 2 പേരും വെച്ച് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ 3 കേജും കൂടെ നമ്മൾ എക്സ്ട്രാ മേടിക്കണം. ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഏകദേശം സ്പേസ് കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ഈ ഒരു സൈഡ് മൊത്തം കഴിഞ്ഞു. ഇനി നമ്മൾ ആ റൂമിൽ ഇനി ഫില്ല് ചെയ്ത് തുടങ്ങണം. ആ റൂം ഇപ്പോൾ ഓൾറെഡി ഫിൽഡാണ്. കാരണം സ്കൂബിയും വിക്കൊക്കെ ആ റൂമിലാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടാണ് നമ്മൾ വേഗം ആ ഒരു സെറ്റപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണേ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ
ആമി പെണ്ണിനെയും കൊണ്ട് വെറ്റിനറി പോവാണ് കേട്ടോ. ആമി പെണ്ണ് അങ്ങോട്ട് വന്നേ, അങ്ങോട്ട് എൻ്റെ പൊണ്ണോ, എൻ്റെ പൊണ്ണോ. ആമി പെണ്ണിൻ്റെ വ്യത്യാസങ്ങൾ വടി എവിടെയാ. ആ ആമി പെണ്ണിൻ്റെ വ്യത്യാസങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതാ കണ്ടോ, ഹെയറൊക്കെ വന്നു, ഞങ്ങൾക്ക് എല്ലാം സെറ്റായി. അല്ല ആമി പെണ്ണ, അല്ല ആമി പെണ്ണ, ആൺകുട്ടിയെ. ഇനി ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതോട് കൂടിയിട്ട് മൊത്തത്തിൽ റിക്കവർ ആവും. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ പോലെ ഒരു മാർച്ചൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ പൊന്നെ വാലുകൊണ്ട് അടിയാണ് എന്താ പറയുക ഇത് എന്താ കണ്ട അടിക്കണണ്ട വാലുകൊണ്ട്. സ്നേഹം കൊണ്ടല്ല ചേട്ടാ, അതല്ലേ ഉദ്ദേശിക്കുന്നത് നീ? ഭയങ്കര സ്നേഹ, ഒരു അമേരിക്കൻ പുള്ളി ആണെന്നുള്ളൊരു ഇതൊന്നുമില്ല. ആര് വന്നാലും വാലായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും. അതെ ഇവിടെ നോക്കി അപ്പൂസും ലൂവിയും കൂടെ ഫൈറ്റാണ്. ഇങ്ങോട്ട് തന്നെ അപ്പൂസ അടി. കാരണം വേറെ ഒന്നല്ല കേട്ടോ, ആമീനെ പുറത്തിറക്കിയ കാരണം കൊണ്ട് അത് എന്താ പറയുക പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറിമ. എന്താ അപ്പൂസേ ഇപ്പോൾ ഇന്നലെ നമ്മളൊരു കമൻറ്റ് കണ്ടായിരുന്നു, നമ്മുടെ അപ്പൂസിനെ നല്ലൊരു ഡോക്ടറെ കാണിക്കണമെന്ന്. ശരിക്കും നല്ലൊരു ഡോക്ടറെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. കാരണം ഐ സ്പെഷ്യലിസ്റ്റ് നല്ലൊരു എന്താ പറയുക, ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിങ്ങനെ വലിച്ചുകൊണ്ട് നീട്ടിക്കൊണ്ട് പോകുന്ന ഡോക്ടേഴ്സിനേക്കാളും നല്ലത് ഇത് നടക്കോ ഇല്ലയോ, പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചറിയണതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മളെ സമയവും ഈ കുഞ്ഞിൻ്റെ ആ ഒരു ഇതും കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നല്ലൊരു ഡോക്ടറെ നമ്മൾ വൈകാതെ തന്നെ കിട്ടുമെന്ന് ഞാൻ എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ എന്തായാലും നമ്മൾ മണി 12:15 ഇനി ഇവിടെ നിന്നൊരു അരമണിക്കൂറുണ്ട്. കാരണം കാറ് അറിയാലോ അത്രയും പണി കിട്ടിയിട്ട് ഇരിക്കണം. അപ്പോൾ നമ്മൾ ആമീനെയും കൊണ്ട് പോവാണ്. ആമിയേ പോവാ നമുക്ക്, വെറ്റിനറി പോവാ. അത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇന്ന് ഇവിടെ ഒരു പുതിയൊരു അതിഥിയും കൂടെ വരുന്നുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു പൊമറേനിയൻ വൈപ്പിൻ ഭാഗത്ത് നിന്ന് നമ്മൾ റെസ്ക്യൂ ചെയ്തത്. അപ്പോൾ ആ കുഞ്ഞിനെ ഇവിടെ ആദ്യം വെറ്റിനറി കാണിച്ചിട്ട് വേണം ആ കുഞ്ഞിനെ പോയി എടുക്കാൻ. എന്നിട്ട് നേരെ ആ കുഞ്ഞിനെ കൊണ്ട് ഗ്രൂമിങ്ങിന് പോകണം, ഫുള്ള് ക്ലോസ് ട്രിം ചെയ്യണം, നെയിൽ കട്ട് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ ആ പുതിയ അതിഥിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ നമ്മൾ കിങ്ങിണി എന്നാണ് ആ ചേച്ചി പേരിട്ടേക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അവസ്ഥ നോക്കിയതേ കണ്ടോ, നെയിൽ കണ്ടോ, നല്ല രീതിക്ക് അങ്ങോട്ട് വളർന്നു. ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് വളർത്തി കഴിഞ്ഞ് നേർച്ച പോകാൻ നോക്കിയിട്ടില്ല. അത് നിങ്ങൾക്ക് എന്താ തോന്നണം മാക്സ കണ്ടിട്ട്? ഇതിപ്പോ സ്കിൻ ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ട് കേറിയിട്ടുണ്ട്, നല്ല രീതിക്ക് കേറിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഈ ഡോഗിന്റെ നെയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്താ തോന്നണേ? നെയില് ഇപ്പൊ തൊട്ടിട്ടില്ലേ, കാരണം എന്താ വെച്ചാൽ ഒന്നാമത് അവർക്ക് വെട്ടറിയാത്തവർ കൊണ്ടാവും. പിന്നെ ഇപ്പൊ എങ്ങനെയായിരുന്നു അവിടെ പോയപ്പോ സിറ്റുവേഷൻ അല്ല അവളെ ശരിക്കും പറയാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയത്, നമുക്ക് ഒരു ഗ്രൂപ്പിലുള്ള ഒരു അമ്പലമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയാണ് റെസ്ക്യൂ ചെയ്തത്. അവരെ വീണ്ടും മുറ്റത്തേക്ക് ഓടി വന്നതാണ്. ആ കിട്ടുന്ന സമയത്ത് കുറച്ച് മറ്റേ എന്താ പറയാ ഇങ്ങനെ ഒരു ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതൊക്കെ ശരിക്കും നോക്കിയപ്പോഴാണ് അവസ്ഥകൾ മനസ്സിലാവണം. കാരണം വയറൊട്ടിയിട്ടുണ്ട് അത്യാവശ്യം. പിന്നെ എന്താ പറയാ, ശരിക്കും പറയാൻ ഒരു പച്ചപ്രാക്കാണ് സംഭവം. ഒരു പൊമറേനിയൻ എന്താ പറയാ, ഒരു ആവശ്യം കഴിഞ്ഞ് കൊണ്ടു കളഞ്ഞു. ഫീമെയിൽ ആണെങ്കിൽ നമുക്ക് അറിയില്ല, ബ്രീഡ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പോ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നെയില് കട്ടിങ്ങിലൂടെ. കാരണം നിങ്ങൾക്ക് നെയില് കണ്ടോ, നെയില് ഈ ഒരു ഭാഗം കണ്ടോ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പേടിയാട്ടോ. കണ്ടോ നെയില് കണ്ട, കുറച്ച് ഓവർ സൈസ് ആയിട്ട് നിൽക്കണേ. കണ്ട ഒരു നെയിലിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇവിടെ കണ്ട നെയിലൊക്കെ തിരിഞ്ഞു തുടങ്ങി. അപ്പോ നെയില് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആവും, ആൾക്ക് നിൽക്കാനൊരു ഇതുണ്ടാവും, ഒരു ആശ്വാസം ഉണ്ടാവും. ചിലപ്പോ അതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോ ചെറിയ പെയിൻ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് സീറോ അടിക്കാണ് വേണ്ടത്. കാരണം ഫുള്ള് സീറോ അടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഓൾറെഡി നമ്മള് അവരന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് രാജ്യമേളത്തിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എപ്പോഴും പറയണത്, നിങ്ങൾക്ക് വളർത്താനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിനെ ശരിക്കും അതിനെ നേരത്തിന് ഭക്ഷണത്തിന്റെ അല്ല, ഡെയിലി ഗ്രൂം ചെയ്യാനും അതുപോലെ നെയിൽ കട്ടിങ് അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരിക്കലും ഒരു ഡോഗിനെ എടുക്കാതിരിക്കുക. അത് ഏറ്റവും നല്ലത് ഗ്രൂമർ പറയുന്നതായിരിക്കും. ഒന്ന് പറഞ്ഞു കൊടുത്തേ എന്താണ് ശരിക്കും ഇതൊക്കെ ശരിക്കും ശ്രദ്ധിക്കാണ്ട് വന്നിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മുടെ നോർമൽ ഇന്ത്യൻ സ്പിറ്റ്സ് ആയാലും നമുക്ക് ഗ്രൂമിങ് ആവശ്യമുള്ള ഡോഗാണ്. അപ്പോ ഇതിപ്പോ ഈരാനും ഇതിനൊക്കെ ആയിട്ട് നമുക്ക് എല്ലാ ഡോഗുകൾക്കും ഈരാത്ത ഒരു ഡോഗ് ഇല്ല. നമുക്ക് കൂടി ഷെഡിങ് എന്താ പറയാ, ഷെഡിങ് ഇല്ലാത്ത ബ്രീഡുകളുണ്ട് നമ്മുടെ പൂടില്, ഔഷധം അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അല്ലാത്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഡോഗിനെ എങ്ങനെ പോയാലും നിങ്ങൾ ഒരു ദിവസം ഒരു 10 മിനിറ്റ് എങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ ഒരു അവസ്ഥയിലാവും. കാരണം ഇവർക്ക് എന്താ പറയാ, ഇത് ശരിക്കും പറഞ്ഞാൽ നന്ദി കൂടുതലാണെന്ന് പറയുന്നതിൽ ശരിക്കും എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം ഇപ്പോ ഈ ഡോഗ് ഈ കൊണ്ടുകൊണ്ട് കളഞ്ഞ ഉടമസ്ഥനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെയും പോകും. ഈ ഒരു അവസ്ഥയിലാക്കിയിട്ടു ശരിയല്ലേ? അത് കണ്ടാ പോവും. അത് ശരിക്കും പറയുകയാണെങ്കിൽ അത് ദൈവം കൊടുത്തിട്ടുള്ള ഒരു ഡിഫോൾട്ട് ആയിട്ട് എനിക്ക് തോന്നണം. കാരണം ഇത്ര ക്രൂരത ഇതിനോട് ചെയ്തിട്ടും ഇത് പിന്നെയും പോകുമ്പോ എന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അത്രത്തോളം എന്താ പറയാ ജെനുവിൻ ആയിട്ടുള്ള ഒരു ജീവിയാണ് ഡോഗ്. അപ്പൊ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ പറയാ, അത് പിന്നെ ആ ഭാഗം നിങ്ങൾ ചിന്തിക്കരുത്. അപ്പൊ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണേ? സത്യം എനിക്ക് കൂടുതലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല കേട്ടോ. അത് കാരണം കൊണ്ടാണ്. കാരണം ഫസ്റ്റ് നെയിലൊന്ന് കട്ട് ചെയ്യാം. സാധാരണ നമ്മള് നെയിൽ കട്ട് ചെയ്യുമ്പോ വാഷിംഗ് കഴിഞ്ഞിട്ട് ചെയ്യാറ്. പക്ഷെ ഇതിപ്പോ നമ്മുടെ കൈ കണ്ടോ, ഈ ഒരു കൈ മാംസത്തിലേക്ക് കയറി ഇറങ്ങിയേക്കാണ്. അതെ കണ്ട, അതെ കുറച്ച് രീതിക്ക് ഇങ്ങനെ കയറി കണ്ടോ, കുറച്ചിങ്ങോട്ട് കയറി. അപ്പൊ ഇവിടുന്ന് കട്ട് ചെയ്യണം. അപ്പൊ എന്തായാലും നമുക്ക് നെയിൽ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ സുന്ദരിമണിയുടെ ബാത്തിങ് ഒക്കെ കഴിഞ്ഞു. എന്താ പറയാ, നല്ലൊരു ഗുഡ് ഗേൾ ആയിട്ടാട്ടോ ഇരുന്നത്. എനിക്ക് തോന്നുന്നു കാലങ്ങളായിട്ട് വെള്ളം തൊട്ട ഒരു അവസ്ഥയിലായിരുന്നു തോന്നുന്നുണ്ട്. തൊട്ടപ്പോ ഒരു ആശ്വാസം കിട്ടിയ പോലെ. അതെ, ശരിക്കും പറയാൻ ഇങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. കാരണം ഒരു മിണ്ടാപ്രാണീനെ വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് അത് നോക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ പിന്നെ നിങ്ങൾ മേടിക്കരുത്. ഇത് എനിക്ക് തോന്നുന്നു ഇത് ജനിച്ച് ഇപ്പൊ ബ്രീഡിങ് കഴിഞ്ഞൊരു ഡോഗാന്ന് തോന്നുന്നുണ്ട്. കാരണം അതേ കണ്ടോ, ഫീമെയിൽ ആണ്. ഇപ്പോഴൊക്കെ അത്യാവശ്യം ഇത് വന്നിട്ടുണ്ട്. അപ്പൊ ബ്രീഡിങ് കഴിഞ്ഞിട്ട് ഇനി കൊണ്ട് കളഞ്ഞതാണോ എന്താണെന്ന് നമുക്ക് പാസ്റ്റ് അറിയില്ല. പക്ഷെ എന്നിരുന്നാലും മൂപ്പര് ഇവിടെ ഇനി നമ്മുടെ ഹെവനില് എന്താ പറയാ, നമ്മുടെ ഇവിടെ രാജയോഗ ആയിരിക്കും. മാക്സിമം നിനക്ക് എന്താ പറയാ ഇത് കണ്ടിട്ട്? ഇത് കണ്ടിട്ട് വെച്ച് കഴിഞ്ഞാ ഒരു ഡോഗിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാ നമ്മളെ പൊന്നു പോലെ വളർത്തണതാ. ചിലവരൊക്കെ എന്റെ മോളാ എന്റെ മോനാ എന്നൊക്കെ പറഞ്ഞ് വളർത്തണവരുണ്ട്. അപ്പൊ ഇങ്ങനെ വളർത്തുമ്പോ നിങ്ങളുടെ സ്വന്തം മക്കളെ എങ്ങനെ കൊണ്ട് കളയൂന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. എന്ന് കഴിഞ്ഞാൽ മോനെന്ന് പറയുമ്പോ നമ്മൾ അതേപോലെ തന്നെ ടേക്ക് കെയർ ചെയ്ത് വളർത്താം. അസുഖം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാവുന്ന അസുഖമാണല്ലോ. അതെ, ഇപ്പൊ നമ്മുടെ പാപ്പിയുടെ പാപ്പല്ല, നമ്മുടെ എറണാകുളത്തേക്കൊക്കെ കൊണ്ടുനടക്കണെന്ന് പാപ്പി ആരായിരുന്നു? ഏത് ലോകം? നമ്മുടെ കയ്യിലുള്ളതാണോ? ഈ അടുത്തിപ്പോ ഡെഡ് ആയില്ലേ നമ്മുടെ ടോമിച്ചൻ. ടോമിച്ചിന്റെ കയ്യിലും നമുക്ക് എത്രത്തോളം മുന്നി നടന്നിട്ടുണ്ടെന്നറിയോ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ അതെന്ന് പറയുമ്പോ നമ്മുടെ ഒരു അവസാനം വരെ നോക്കുക, അത്ര എനിക്ക് പറയാനുള്ളതില്. കാരണം ഒരു ഡോഗിനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എല്ലാവരും പറയണം, ഒരു വലിയൊരു കമ്മിറ്റ്മെന്റ് ആണ്. ഒരു 10 കൊല്ലം ചുരുങ്ങിയത് ഒരു 10 കൊല്ലത്തേക്ക് ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അപ്പോ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഇതിനെ അനുഭവിപ്പിക്കാതിരിക്കുക. കാരണം ഇങ്ങനെ ഫുള്ള് ക്ലോസ് ചെയ്യുമ്പോ നിങ്ങൾ വിചാരിക്കും നല്ല സുഖമുള്ള ഒരു ഏർപ്പാടാണ്. പക്ഷെ ഡോഗിന് അതിൻ്റെതായ ഡിഫക്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തേ ഒരു ഗ്രൂമർ പറഞ്ഞത് എന്താ സംഭവം. ഇപ്പൊ നമ്മൾ ഈ ക്ലോസ് റൂം ചെയ്യണം എന്താ വെച്ചാൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇത് ശരിക്കും നമ്മുടെ അവസ്ഥ കാരണം കൊണ്ട് ചെയ്തു പോയതാണ്. ശരിക്കും ഇതിങ്ങനെ ചെയ്യുമ്പോ ഇപ്പൊ കുറെ പേർക്ക് ഇങ്ങനെ ചൂട് കാലത്ത് ഇങ്ങനെ ഫുള്ള് കളഞ്ഞാൽ കൊള്ളാം. ഇപ്പൊ നമ്മുടെ മുടി കളയില്ലേ ഒരു ചൂടിനെ ഒരു ഇത് കിട്ടാനായിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യണ ഒരു ഇത് പറയണ്ട. അപ്പൊ അതെന്താ നിങ്ങൾക്ക് തോന്നുന്നത്? അങ്ങനെ ഡോഗിനെ ഇപ്പൊ സമ്മർ ട്രിം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂമിങ് പാർലറുകാര് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നല്ല രീതിയിൽ നമുക്ക് ഗ്രൂമിങ്ങിന്റെ വർക്കും കാര്യങ്ങളൊക്കെ വരും. പിന്നെ കസ്റ്റമറിന്റെ ഇതനുസരിച്ച് നമുക്ക് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് പൈസ കിട്ടുന്ന കേസാണ്. അപ്പൊ നമ്മളിപ്പോ കസ്റ്റമർക്ക് അത് ചെയ്യേണ്ട ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു കൊടുക്കും. പൈസ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും, ശരിയാ. പക്ഷെ നമ്മളിതില് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, മുടി ഒരിക്കലും 0 അടിച്ച് കളയരുത്. ഫുള്ള് മുടി കളയരുത് ഒരിക്കലും. അത് കളഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഡോഗിന് പ്രശ്നമുണ്ടോ, ഹീറ്റ് സ്ട്രോക്ക് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ആരും പെട്ടെന്ന് ഇങ്ങനെ ഷിറ്റ്സു പോലത്തെ ബ്രീഡുകളൊക്കെ എല്ലാരും വിചാരിക്കണത് ചൂട് കാരണം കൊണ്ട് ഹെയർ മൊത്തം കളഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവര് കടിക്കാം. ആ ഡോഗിന് ഒരു 24 ഡിഗ്രി ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യുന്ന അവർക്ക് ഉറപ്പുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അടിക്കാം, നോ പ്രോബ്ലം. അത് അടിക്കാത്ത ആൾക്കാര് അല്ലാണ്ട് ഈ കൂട്ടിൽ കൊണ്ടുവന്നിട്ട് വെയിലത്തുള്ള കൂട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനവും. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പൊ ഇത് നമ്മള് ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് നമ്മൾ ചെയ്താട്ടോ. അപ്പൊ എന്തായാലും നമ്മള് കുഞ്ഞിനെയും കൊണ്ട് പോവാണ്. ഇപ്പൊ നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാക്സിമം ഗ്രൈൻഡ് ചെയ്ത് ഇതാക്കിയിട്ടുണ്ട്. ഇവിടെയും കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ നെയിലും എനിക്ക് കുറെ ഒക്കെ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് വേറെ കൊണ്ടല്ല, ഇതെല്ലാം അതിന്റെ സ്കിന്ന് ഇറങ്ങി വന്നേക്കാണ്. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഈ ഒരു രീതിക്ക് നിൽക്കണം കേട്ടോ. കാരണം മേടിച്ചിട്ടുള്ള ആള് എന്തായാലും ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല, അതെന്തായാലും ഉറപ്പല്ല. മേടിച്ചിട്ടുള്ള ആള് ഇതിന്റെ ഓണർ മേടിച്ചിട്ടുള്ള ആള് ഇതിന്റെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അല്ലാതെ ഇങ്ങനെ ഒരു സ്കിൻ ഇങ്ങനെ ഇറങ്ങി വരില്ല. ഇപ്പൊ നമ്മുടെ ആമിയുടെ ആണെങ്കിലും അതുപോലെ തന്നെയാണ്. അപ്പൊ എന്തായാലും കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ പോവാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മള് റെസ്ക്യൂ ചെയ്യുമ്പോഴും എന്തെന്നുണ്ടെങ്കിലും മാക്സിന്റെ എവിടെയാണ് വരാം. അപ്പോ നമ്മള് കുഞ്ഞിനെയും കൊണ്ട് നമ്മുടെ
ഹെവനിലേക്ക് പോവാം. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മുടെ ആളെയും കൊണ്ട് ഇവിടെ എത്തിയിട്ടോ. എല്ലാവരും അവിടെ അകത്ത് ബഹളമയാണ്. പുതിയ ആൾ വന്നതിൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ വിക്കിമോൻ നോക്കണം കേട്ടോ ആളെ. നമ്മുടെ പുതിയ ആളെ നോക്കിക്കൊണ്ടിരിക്കുക. വിക്കി ആരാ വന്നേ? ആരാ വന്നേ? ആരാണ് വന്നേ? നിന്നെ പോലെ തന്നെയാണ്, ആരോ കൊണ്ട് ഉപേക്ഷിച്ചതാ. പിന്നെ നമ്മുടെ ആമിയുടെ ഇത് പറഞ്ഞത് അവൾ ടോട്ടലി റെഡി ആയി വന്നിട്ടുണ്ട്. ഒരു 90% അവൾ റിക്കവർ ആയിട്ടുണ്ട്. ഇനി ഒരു 2 ഡോസും കൂടെ, 2 or 3 ഡോസും കൂടെ ഈ കുഞ്ഞിനെ ചെയ്യാനുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് മാറി. ഇപ്പോൾ ഈ ഒരു ഇച്ചിങ് വളരെയധികം കുറഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആമിയുടെ വിശേഷങ്ങൾ. ആമിയുടെ ഇത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും എത്രത്തോളം റിക്കവറായി, മുന്നത്തെ എങ്ങനെയായിരുന്നു എന്ന്. നമ്മുടെ പുതിയ ആളുടെ വിശേഷങ്ങൾ. പുതിയ ആൾക്ക് നമ്മളെ റെസ്ക്യൂ ചെയ്ത അമ്പിളിയമ്മ പേരിട്ടുണ്ടായിരുന്നു കേട്ടോ. കിങ്ങിണി എന്നാണ് പേരിട്ടേക്കണേ. അപ്പോൾ കിങ്ങിണി മോളെ നമ്മൾ പോയിട്ട് ഫുള്ള് ഹെയറൊക്കെ കളഞ്ഞു. ഫുള്ള് നല്ല കുറുമ്പുള്ള കുട്ടി തന്നെയാണ്. ഫീമെയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവശ്യം കഴിഞ്ഞപ്പോൾ കൊണ്ട് കളഞ്ഞതായിരിക്കാം, നമുക്കറിയില്ല, നമുക്കറിയില്ല. അപ്പോൾ ഭയങ്കര സ്നേഹം കൂടുതലാണ്. ഇപ്പോൾ ഫുള്ള് ടെമ്പറേച്ചർ കൂടി നിൽക്കുക പേടിച്ചിട്ട്. എന്നുവെച്ചാൽ ഹൈ ടെമ്പറേച്ചറായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ആമി വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള സെയിം അവസ്ഥയാണ്. ആമിക്ക് വെറ്റിനറി ഹോസ്പിറ്റലിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഹൈ ടെമ്പറേച്ചറാവും. അപ്പോൾ എവിടെ നിന്നില്ലാത്ത ചൂട് കയറി വരും ആമിയെ. അതെ, നിന്നെ പറ്റിയിട്ട് കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കണേ. അതെ. അപ്പോൾ നമ്മുടെ പുതിയ ആൾ ഇവിടെ എത്തി. അപ്പോൾ എന്താണ് എന്തേ പുതിയ ആൾക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. നല്ല രീതിക്ക് പേടിയാണ്. ഹലോ മാഡം, ഹലോ കിങ്ങിണി മാഡം. എന്തായാലും പേര് ഞാൻ തന്നെ ഇട്ടു, കിങ്ങിണി എന്നാണ് കേട്ടോ പേര്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ഹെവനിൽ അങ്ങനെ ഒരാളും കൂടി ആയി. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഇനി ഈ ഒരു തൊഴുത്ത് കേജുകളാക്കണം. കേജുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫെൻസ് അടിച്ച് 3 കേജ് ആക്കി കഴിഞ്ഞാൽ ഈ 3 മുതുക്കന്മാരെയും ഒരു മുതുക്കി ഇതേ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതേ കണ്ടോ, ഇവിടെ ഉണ്ട്. ഈ മുതുക്കീനെയും നമുക്ക് ഇതിലോട്ട് മാറ്റി കഴിഞ്ഞാൽ അകത്തോട്ട് നമുക്ക് കേജുകളാക്കി സുഖസുന്ദരമായിട്ട് പിള്ളേരാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്കൊരു ഫെബ്രുവരി മാർച്ചോട് കൂടിയിട്ട് ഇതിനോട് ചേർന്നിട്ട് ഒരു ഇതേ സെയിം മോഡലിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കണം. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു പ്രോജക്റ്റാണത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കൂടെ ഉണ്ടാവണം കേട്ടോ. ഇല്ല അവൾക്ക് എനിക്ക് തോന്നുന്നു അവളുടെ അടിവയറ്റിൽ നല്ല രീതിക്ക് എന്തോ വേദനയും കാര്യങ്ങളുണ്ട് തോന്നുന്നു. അപ്പോൾ അടിവയറ്റിൽ പിടിക്കുമ്പോഴാണ് അവൾക്ക് വേദന. പക്ഷേ ഓടിപ്പോണതിൻ്റെ കാര്യങ്ങൾക്ക് ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതേ കണ്ടോ അടി എന്താണ് മൊത്തത്തിലൊന്നും എല്ലാവരെയും സ്മെല്ലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പോവാണോ? വരുമ്പോഴേക്കും പോവാ? എന്താണ്? എന്താടി പോവാണോ? ഞങ്ങൾ വിട്ട് പോവാണോ? ഞങ്ങൾ വിട്ട് പോവാണോ? ഇതുപോലത്തെ ഒരു സ്ഥലം ഇനി വേറെ കിട്ടില്ല കേട്ടാ. അപ്പോൾ കുഞ്ഞ് വന്നതിൻ്റെ ആ ഒരു പേടിയും കാര്യങ്ങളില്ല. അപ്പോൾ എല്ലാവരെയും സൗണ്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ റെഡിയാവും. കാരണം എല്ലാവരും ഇത് തന്നെയാണ് വരുമ്പോഴുള്ള അവസ്ഥ. 2-3 ദിവസം കൊണ്ട് നമ്മുടെ കിങ്ങിണി ഇവിടുത്തെ എല്ലാവരുമായിട്ട് ഒത്തൊരുമപ്പെടും. ആ ഒരു ഇതിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഇതേ സമയം 4:30 കണ്ടില്ലേ. പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് എത്തിയത്. ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കിയിട്ട് കഴിക്കണം. കാരണം കാലത്തിറങ്ങിയതാണ്, വിശന്നിട്ട് പണ്ടം കലങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ നമ്മൾ വേഗം വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. കാരണം രാവിലെ ആകെ കൂടി ബ്രെഡും ഇച്ചിരി പീനട്ട് ബട്ടറും മാത്രമേ ഞങ്ങൾ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ കറിയും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചൂടാക്കി കഴിക്കണം. 4:30 ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങൾ. കാരണം ഇപ്പോൾ പിള്ളേർക്ക് പ്ലേ ടൈമാണ്. അപ്പോൾ പിള്ളേരെ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് ഭക്ഷണം കഴിക്കാൻ പോവാം. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. ആമിയെ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ ഞങ്ങൾ നാളെ നമ്മുടെ പുതിയ വിശേഷങ്ങളായിട്ട് നമ്മുടെ കിങ്ങിണി കുട്ടിയും ഒക്കെ ആയിട്ടുള്ള പുതിയ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ നാളെ കാണാം കേട്ടോ. ബൈ.